പോകുന്നത് ഒരു ക്യൂട്ടായിട്ടുള്ള ഒരു ക്ലിപ്പാണ്. ക്യൂട്ട് എന്ന് വെച്ചാൽ കുറച്ചൊക്കെ ക്യൂട്ട്. അപ്പോൾ എന്നാൽ വീഡിയോയിട്ട് പോയാലോ. ഫസ്റ്റ് ഒരു കാർഡ്ബോർഡ് എടുക്കാം. കാർഡ്ബോർഡ് നിങ്ങൾക്ക് വേണമെങ്കിൽ പെയിൻറ് അടിക്കാം, അല്ലെങ്കിൽ പേപ്പർ കൊണ്ട് കവർ ചെയ്യാം. എൻ്റെ അടുത്തിപ്പോൾ ഒരു ബ്ലാക്ക് കളറിലായിട്ടുള്ള ഒരു കാർഡ്ബോർഡ് ഉണ്ടായിരുന്നു. അത് ഇപ്പോൾ പെർഫ്യൂം വാങ്ങിയപ്പോൾ കിട്ടിയ ഒരു കാർഡ്ബോർഡായിരുന്നു. അപ്പോൾ അതായിരുന്നു ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ സാധാ കാർഡ്ബോർഡ് എടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ തന്നെ ഉണ്ടെങ്കിൽ എടുക്കാം. അപ്പോൾ ഒരു കട്ടർ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് അത് ഞാൻ കട്ട് ചെയ്യുന്ന പോലെ കട്ട് ചെയ്താൽ മതി. ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്താലും മതി കേട്ടോ. ഞാൻ കുറച്ച് ഷോ ആയിക്കോട്ടെ എന്ന് വേണ്ടിയിട്ട് ഞാൻ കട്ടറെടുത്ത് കട്ട് ചെയ്താണ് കേട്ടോ. പക്ഷെ അത് അത്ര പെർഫെക്റ്റ് ആയിട്ടൊന്നും ഞാൻ ഉദ്ദേശിച്ച പോലെ കട്ട് ചെയ്ത് നിന്നില്ല, കാരണം നമ്മൾ ഷേപ്പായില്ല. അപ്പം ഞാൻ വേഗം പോയി ഇടയ്ക്ക് പോയിട്ട് ഞാൻ കട്ടർ എടുത്തുകൊണ്ട് വന്നതാണ്, സോറി കത്രിക എടുത്തിട്ട് വന്നതാണ്. അപ്പോൾ ഇതേപോലെ ഞാൻ കട്ട് ചെയ്യുന്ന പോലെ തന്നെ കട്ട് ചെയ്യാം കേട്ടോ. ഞാൻ മെഷർമെൻറ്റ് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവുമല്ലോ. പിന്നെ മെഷർമെൻ്റ് ഒന്നും കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല. വീഡിയോ നോക്കിയിട്ട് ജസ്റ്റ് ഒന്ന് വീഡിയോ പാസ് ചെയ്തിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കണ്ടാൽ മതി. ഇതുണ്ടാക്കാൻ വളരെ സിമ്പിളാട്ടോ, ഒരു പണിയുമില്ല. ക്യൂട്ടിൻ്റെയും എസ്തറ്റിക്കിൻ്റെ ഒക്കെ ഒരാളാണ് ഇത്. ബ്ലാക്കും അതൊക്കെ വന്നത് കാരണം തന്നെ കുറച്ചും കൂടെ ഒന്ന് നല്ല ഭംഗി വന്നപ്പോൾ തന്നെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. ബട്ട് ഞാൻ ഇതിന് അത്രയൊന്നും പ്രതീക്ഷിച്ചൊന്നുമില്ല ഇത്രയും ഭംഗിക്കൊക്കെ വരും എന്നുള്ളത്. ബട്ട് ഞാൻ എടുത്തപ്പോൾ ജസ്റ്റ് ഒന്ന് പോലെ ഭംഗിയായി. അപ്പോൾ നിങ്ങൾ വിചാരിക്കും നീ എന്തൊക്കെ ഉള്ളി തൊലിക്കുന്ന പോലെ ഒന്ന് കാർഡ്ബോർഡിനിട്ട് ഇതാക്കണേന്ന്. ഞാൻ ഇങ്ങനെ ഒന്നും ആക്കിയതല്ല, ഞാനങ്ങനെ ഷേപ്പൊക്കെ നോക്കിയതാണ്, ഇങ്ങനെ വളച്ചും നെളിച്ചും ഒക്കെ. പക്ഷെ ഇതങ്ങനെ ആയിപ്പോയി. ഈ ഇടയ്ക്കിലായിരുന്നു ഞാൻ വേഗം പോയിട്ടൊന്ന് കത്രിക എടുത്തോണ്ട് വന്നത് കേട്ടോ. അപ്പോൾ ഇതേപോലെ ഒരു 4 പീസ് ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ സിമ്പിളാണ് കേട്ടോ. ഇതേപോലെ ഏതെങ്കിലും ഒരു ഗം എടുത്തിട്ട് ഒട്ടിക്കാം. ഞാനിന്ന് എടുത്തിട്ടുള്ളത് ഒരു ഫെവിക്കോളാണ് കേട്ടോ. അപ്പോൾ ഇതേപോലെ ഞാൻ പറഞ്ഞ പോലെ തന്നെ 4 റെക്റ്റാങ്കിൾസ് ആയിട്ട്, സ്മോൾ റെക്റ്റാങ്കിൾസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് അതിന് ശേഷം ഇതേപോലെ ഒന്നിൻ്റെ മേലെ ഒന്നായിട്ട് ഇങ്ങനെ 2 എണ്ണമായിട്ട് ഉണ്ടാക്കിയെടുക്കുക. മനസ്സിലായല്ലോ അല്ലേ? അപ്പോൾ ഇതേപോലെ ആയിട്ട് വേണം എടുക്കണമെന്നുണ്ടെങ്കിൽ, അപ്പോൾ എനിക്ക് കുറച്ചും കൂടെ ഭംഗിയിൽ കിട്ടും. ഇങ്ങനെ 2 എണ്ണം വെക്കണത് വേറൊന്നിനുമല്ല, കുറച്ച് കട്ടിയിട്ട് തോന്നാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, ഈ ഇടയ്ക്കിലായിരുന്നു ഞാൻ പോയി വേഗം പോയി എടുത്തിട്ട് വന്നത് കേട്ടോ കത്രിക. അപ്പോൾ അതൊന്നും വേണ്ടിയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന കാര്യം, കറക്റ്റായിട്ട് കട്ട് ചെയ്യുക. മെഷർമെൻറ്റ് വേണമെന്നൊന്നുമില്ല, കറക്റ്റായിട്ട് ഈക്വലായിരിക്കണം മാത്രമാണ്. ഇതിനെ പ്രത്യേകിച്ച് മെഷർമെൻറ്റ് ഒന്നും ഞാൻ പറയണില്ല. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കട്ടിയായിട്ടുള്ളൊരു കാർഡ്ബോർഡ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിലും വെക്കാം കേട്ടോ. ബട്ട് ഞാൻ കട്ടിയായിട്ടുള്ള കാർഡ്ബോർഡ് എൻ്റെ അടുത്ത് ഇല്ലാത്ത കാരണം ഞാൻ ഇങ്ങനെ 2 ആയിട്ട് ഞാൻ വെക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതേപോലെ ആക്കിയിട്ട് കറക്റ്റായിട്ട് ഞാൻ വെച്ചിട്ടുണ്ട്. ഒന്ന് വെക്കുമ്പോഴത്തേനും ഒന്ന് എനിക്ക് വേറെ ഏതോ മെഷർമെൻറ്റിലായിപ്പോയി. അപ്പോൾ ഞാൻ വേഗം ഒരു കാർഡ്ബോർഡും കൂടെ എടുത്തിട്ട് അതിന് കറക്റ്റായി വെച്ചു. നിങ്ങൾ വിചാരിക്കും നീയല്ലേ അങ്ങനെ വെക്കണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ നീയേ വെക്കാൻ പറഞ്ഞാലോ എന്നൊക്കെ വിചാരിക്കും. ഞാൻ അതല്ല പറഞ്ഞത്, കറക്റ്റായിട്ട് ഞാനതിൽ മെഷർമെൻറ്റ് പറയുന്നില്ല എന്ന് മാത്രമാണ് പറഞ്ഞത്. ഞാൻ മുമ്പേ പറഞ്ഞിട്ടുണ്ടായിരുന്നു കറക്റ്റായിട്ട് വെക്കണം എന്നുള്ള കാര്യം. അപ്പോൾ അതാണ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ എനിക്കിപ്പോൾ കറക്റ്റായിട്ടുള്ളത് കാരണമാണ് ഞാൻ വീണ്ടും ഒരു കാർഡ്ബോർഡും കൂടെ യൂസ് ചെയ്തിട്ട് ഞാൻ ശരിക്കും കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലായിട്ടുണ്ടാവും കട്ടിയും കാര്യങ്ങളൊക്കെ ആയിട്ട്. ഇനിയാണ് നെക്സ്റ്റ് പ്രോസസ്സിലോട്ട് നമ്മൾ കിടക്കുന്നത്. ഫസ്റ്റ് ഒരു പേപ്പർ എടുക്കുക. പേപ്പർ എടുത്തതിന് ശേഷം കുറച്ച് ഒരു ചെറിയൊരു റെക്റ്റാങ്കിളായിട്ട് ലോങ് ആയിട്ടുള്ളൊരു റെക്റ്റാങ്കിൾ നിങ്ങൾക്ക് എടുക്കാനായിട്ട് ശ്രദ്ധിക്കാം. അങ്ങനെ എടുത്തിട്ട് കുറച്ച് നീളത്തിൽ കട്ട് ചെയ്യണം കേട്ടോ, കുറച്ച്. അപ്പോൾ അങ്ങനെ കട്ട് ചെയ്തിട്ട് ജസ്റ്റ് ഇങ്ങനെ റോൾ ചെയ്തെടുത്താൽ മാത്രം മതി കേട്ടോ. കറക്റ്റ് റോൾ ചെയ്യുക, അല്ലെങ്കിൽ ലൂസായി പോയെന്നൊക്കെ വെച്ചാൽ മെഷീൻ ഫ്ലോപ്പ് ആവും ഗൈസ്. അപ്പോൾ കറക്റ്റായിട്ട് എടുക്കണം. കറക്റ്റായിട്ട് എടുത്തതിന് നന്നായി റോൾ ചെയ്യണം കേട്ടോ. എനിക്ക് 2-3 പ്രാവശ്യം റോൾ ചെയ്തിട്ടും എനിക്കിത് കിട്ടുന്നുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ വീണ്ടും 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 ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഞാനിങ്ങനെ റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. അതിൽ എഡ്ജായിട്ട് നിങ്ങൾക്ക് ഗമ്മ ഒട്ടിച്ചു കൊടുക്കാം.
ഞാൻ എന്നാൽ പിന്നെയും ഫെവിക്കോളാണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ ഫെവിക്കോളിനെ വെച്ചിട്ട് നിങ്ങൾക്ക് ഒട്ടിക്കാം. കുറച്ചും കൂടെ ഒന്ന് ഫാസ്റ്റായിട്ട് ഒട്ടുന്നു മാത്രം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്ലൂ ഗണ്ണി ഒട്ടിക്കാം. ഗ്ലൂ ഗണ്ണ് നന്നായിട്ടൊക്കെ ഉണ്ടാവും കേട്ടോ, കറക്റ്റായിട്ട് ഒട്ടിക്കാനായിട്ട് കറക്റ്റായിരിക്കും. അപ്പോൾ ഞാൻ ഫെവിക്കോൾ വെച്ച് കറക്റ്റായി ഒട്ടിയിട്ടുണ്ട്. ഇനി ഒരു പീസ് എടുക്കുക. നമ്മൾ ഗമ്മ ചെയ്ത് വെച്ചൊരു കാർഡ്ബോർഡ് ഉണ്ടല്ലോ, അതിൽ നിന്നിട്ട് ഒരു പീസ് എടുത്തിട്ട് ഇതേപോലെ തന്നെ മേലേക്ക് ഫസ്റ്റ് ഗമ്മ എഡ്സായിട്ട് ഒട്ടിക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് വേണം നമ്മളിങ്ങനെ റോൾ പേപ്പർ ഉണ്ടാക്കിയില്ലേ അത് വെക്കാനുള്ളത് കേട്ടോ. അത് വെച്ചിട്ട് അതിൻ്റെ മുകളിലായിട്ടും കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കണം. എന്നിട്ടാണ് നമ്മൾ വേറൊരു പീസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, ആ പീസ് കാർഡ്ബോർഡ് വെക്കേണ്ടത് കേട്ടോ. ഇത് പിന്നെ നമുക്ക് അത്രയും വലിയ മനസ്സിലാവാത്തതിൻ്റെ കുറവൊന്നും ഉണ്ടാവില്ല. കാരണം നമുക്ക് കണ്ടാൽ തന്നെ പെട്ടെന്ന് മനസ്സിലാവുന്ന ഒരു കാര്യം തന്നെയാണ് ഇത്. ഉള്ളതിൽ ഏറ്റവും സിമ്പിളൊക്കെയാണ് ഈ സ്റ്റാമ്പും ഇങ്ങനത്തെ ഒക്കെ കുറച്ച് ക്രാഫ്റ്റ്സ് ഒക്കെ ആയിട്ട്. സിമ്പിൾ ക്രാഫ്റ്റ് ഐറ്റ്സ് അവന് ഇനി വീണ്ടും വരും കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞത് കറക്റ്റായിട്ട് വയ്ക്കുക. നിങ്ങൾക്ക് കാണുന്നുണ്ടാവില്ല എത്ര എവിടെ വെച്ച് കറക്റ്റായിട്ട് എന്നൊക്കെ. നിങ്ങൾക്ക് കാണുന്നില്ലെങ്കിൽ നേരെ കണ്ടോളൂ കേട്ടോ. നിങ്ങൾക്ക് അറിഞ്ഞില്ലെങ്കിൽ ഇത് ഈ വീഡിയോ കണ്ടിട്ട് തന്നെ കറക്റ്റായിട്ട് ചെയ്യാം. എന്നിട്ട് ഏതെങ്കിലും ഒരു റബ്ബർ ബാൻഡ് എടുക്കുക കേട്ടോ. റബ്ബർ ബാൻഡാണ് മെയിൻ ആള്. ആ റബ്ബർ ബാൻഡ് എടുത്തിട്ട് നമ്മളിങ്ങനെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, ആ ഒട്ടിച്ചതിന് മേലിലായിട്ട് കുറച്ചൊന്ന് 2 നോട്ടിട്ട് കൊടുക്കുക. ജസ്റ്റ് അങ്ങനെയൊന്നുമില്ല, ഒരു തലക്ക് മുട്ടിട്ട് കൊടുക്കില്ലേ, അതേപോലെ ജസ്റ്റ് ഒന്ന് 2 പ്രാവശ്യം അങ്ങനെ ചെയ്താൽ മതി. വേറെ ഒരു കാര്യങ്ങളൊന്നുമില്ല. ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഭംഗിയൊക്കെ ഉണ്ടാവും. കറക്റ്റായിട്ട് നിങ്ങൾക്ക് വർക്കാവുന്നുണ്ടെങ്കിൽ കൂടെ നോക്കണം കേട്ടോ. അതും കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നോക്കുക, നിങ്ങൾക്ക് കറക്റ്റായിട്ട് വരും കേട്ടോ. ഇതേപോലെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഞാൻ ചെയ്യുന്ന പോലെ തന്നെ നിങ്ങൾ നോക്കി ചെയ്യുക, അപ്പോൾ കറക്റ്റായിട്ട് വരും. അപ്പോൾ റബ്ബർ ബാൻഡ് എടുത്തിട്ട് ഇങ്ങനെ കറക്റ്റായിട്ട് ഇങ്ങനെ വെച്ചതിന് ശേഷം എനിക്കിങ്ങനെ എനിക്ക് അത്ര ഇഷ്ടമായിട്ടുണ്ടായിരുന്നില്ല. റീസൺ എനിക്കത് പ്ലെയിന് പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വേഗം നമ്മൾ റോൾ ചെയ്ത പേപ്പറിൻ്റെ ബാക്കി ഉണ്ടാവുമല്ലോ, ആ ബാക്കി വന്ന പേപ്പറിൽ ഞാൻ ഒരു കാർട്ടൂണും നിങ്ങൾക്ക് എന്തെങ്കിലും വേണമെങ്കിൽ വരയ്ക്കാം. ഞാനിവിടെ ഒരു മഷ്റൂമാണ് ഞാൻ തീരുമാനിച്ചത്. അപ്പോൾ കുറേ ആലോചിച്ചു എനിക്ക് പെട്ടെന്ന് കിട്ടിയതും ഈസി ആയിട്ടുള്ളതും നല്ല ക്യൂട്ടായിട്ടുണ്ടായിരുന്നു ആ മഷ്റൂമാണ്. അപ്പോൾ ഞാൻ വേഗം ഒന്ന് വരച്ചു, ബട്ട് അത് ഫ്ലോപ്പായി. രണ്ടാമത്തേത് വരച്ചും ഫ്ലോപ്പായി. അപ്പോൾ എത്രയോ പ്രാവശ്യങ്ങൾക്ക് ശേഷമാണ് എനിക്ക് കറക്റ്റായിട്ട് വന്നത്. അപ്പോൾ അതേപോലെ വരച്ചിട്ട് ബ്രഷ് പെന്നോ സ്കെച്ചോ എന്ത് ബേസ്ഡാണെങ്കിലും കളർ ബേസ്ഡാണെങ്കിലും നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കളർ ചെയ്ത് കൊടുക്കുക, അത്രേ ഉള്ള പരിപാടി. അപ്പോൾ ഞാൻ റെഡും യെല്ലോ ആണ് ഈ കളേഴ്സിൽ യൂസ് ചെയ്തിട്ടുള്ളത്. ഞാൻ എടുത്തിട്ടുള്ളത് ബ്രഷ് പെന്നാട്ടോ. അപ്പോൾ അതെടുത്തിട്ട് കുറച്ച് റൗണ്ട് വെള്ളം വരുന്ന പോലെ ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്കാണെങ്കിൽ വൈറ്റ്നറോ അല്ലെങ്കിൽ വൈറ്റ് പെൻ ഉണ്ടാവില്ലേ അത് ഉപയോഗിച്ചിട്ടും നിങ്ങൾക്ക് ചെയ്യാം. ബട്ട് എൻ്റെ അടുത്ത് അതൊന്നുമില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, കറക്റ്റ് ആ സ്പേസ് വിട്ടിട്ട് തന്നെ ചെയ്താൽ പോരെ. അപ്പോൾ ഞാൻ അങ്ങനെയായിരുന്നു ഈസി മെത്തേഡിൽ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. എനിക്കതായിരുന്നു കുറച്ചും കൂടെ ഒന്ന് ഈസി ആയിട്ട് തോന്നുന്നത്, കുറച്ച് ബെറ്റർ ആയിട്ടും തോന്നിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ വേഗം അങ്ങനെയാണ് കേട്ടോ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. റെഡ് കളറും മഷ്റൂമിൽ യെല്ലോ കളർ സ്റ്റെമ്മ് വരുമ്പോൾ നല്ല ഭംഗിയുണ്ടാവും. അപ്പോൾ എനിക്കും വളരെ ഇഷ്ടമൊക്കെ പെട്ടു കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്തെടുക്കുക. എനിക്ക് വരച്ച് തീരുന്നുണ്ടായിരുന്നില്ല, കാരണം ശരിയായിട്ടുണ്ട് വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ വീണ്ടും വരച്ച് കുളമായി, വീണ്ടും വരച്ച് കുളമായി, വീണ്ടും വരച്ച് കുളമായി. അപ്പോൾ അങ്ങനെയായിട്ട് സക്സസ് ആയതാണ് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ വീണ്ടും വീണ്ടും ചെയ്തിട്ടാണ് ശരിയാവുന്നത് എനിക്ക് എപ്പോഴും. അപ്പോൾ കറക്റ്റായിട്ട് എടുക്കുക. എന്നിട്ട് അതോ മൂടി അടച്ച് വെച്ചിട്ട് വേഗം യെല്ലോ കളർ എടുക്കുക. യെല്ലോ കളർ എടുത്തിട്ട് അതിൻ്റെ സ്റ്റെമ്മ് ഭാഗമില്ലേ അതിൻ്റെ അവിടെ ആയിട്ട് യെല്ലോ കളർ ജസ്റ്റ് ഒന്ന് കളർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ നല്ലൊരു ഭംഗിയായിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ആ കളർ അടിച്ചതിൻ്റെ മുകളിലായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഔട്ട്ലൈനിൽ നമുക്ക് ബ്ലാക്ക് വേണ്ടി, സോറി കേട്ടോ ഗൈസ്, ഞാൻ പറയാൻ മറന്നെങ്കിലും നിങ്ങൾ വീഡിയോയിൽ കണ്ടാൽ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ഒരു ബ്ലാക്ക് പെൻ എടുത്തിട്ട് അങ്ങനെ ഔട്ട്ലൈനർ പോലെ വരച്ചു കൊടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ ചെയ്ത് ഞങ്ങൾ നല്ല ഭംഗിയുണ്ടാവും കേട്ടോ. അപ്പോൾ കട്ട് ചെയ്തെടുക്കുക. കറക്റ്റായിട്ട് നല്ല നീറ്റായിട്ട് വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട്.
ഞാൻ കട്ട് ചെയ്യുന്നത് പോലെ തന്നെ കട്ട് ചെയ്തതിലൊക്കെ മതി കേട്ടോ. എനിക്കത് വരച്ചപ്പം തന്നെ എനിക്ക് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. എനിക്കത് കൂടുതലും ഈ മഷ്റൂം ആയിരുന്നു കേട്ടോ എനിക്ക് കൂടുതൽ ഇഷ്ടമായിട്ടുണ്ടായിരുന്നത്. എനിക്കതെന്തോ ഒരു ഡിഫറെൻ്റ് ആയിട്ട് നല്ല ക്യൂട്ടായിട്ടാണ് നല്ല മെയിനായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. എനിക്ക് ആ ക്ലിപ്പ് നന്നായിട്ടുണ്ടാവുമെന്നാണ് എനിക്ക് തോന്നിയത്. ആ മറ്റേ മഷ്റൂമാണ് എനിക്ക് പെട്ടെന്ന് കണ്ണിലായിരുന്നു അട്രാക്ഷൻ ചെയ്തത്. ആ റെഡിൽ ബ്ലാക്ക് കളർ കാർഡ്ബോർഡിൽ ആ റെഡും യെല്ലോ തീമിൽ വരുന്നത് എനിക്ക് വളരെ ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമില്ല എന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ അതേ ഞാൻ ഇതേപോലെ തന്നെ എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കാർഡ്ബോർഡ് ക്ലിപ്പ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതിൽ ഫെവിക്കോൾ എടുക്കാം. ഫെവിക്കോൾ എടുത്തിട്ട് റബ്ബർ ബാൻഡും കാർഡ്ബോർഡിനും ഇടയിലായിട്ട് ഒട്ടിച്ചു കൊടുക്കുക. ജസ്റ്റ് ഒന്ന് ഗം അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം അതിൻ്റെ മേലെ നമ്മൾ മഷ്റൂമിൻ്റെ സാധനം പോലെ ഉണ്ടാക്കി വെച്ചില്ലേ, സ്റ്റിക്കർ പോലെ, സ്റ്റിക്കറല്ല ഒരിതുപോലെ, അതെടുത്തിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ ഒട്ടിക്കാം കേട്ടോ. കണ്ടില്ലേ, കറക്റ്റായിട്ട് ഇങ്ങനെ സ്റ്റിക്ക് ആയിക്കോളൂ കേട്ടോ. നിങ്ങൾ ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുത്താൽ മാത്രം മതി, ഒരു വേഗം ഒട്ടിപ്പിടിച്ചോളൂ. അപ്പോൾ നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. പ്രസ്സിൻ്റെ ഒരു കുറവും വെക്കണ്ട. അപ്പോൾ എനിക്ക് ബാക്കിൽ പ്ലെയിനായി ഉണ്ടായിരുന്ന പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്കത് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ ഞാൻ വേഗം വീണ്ടും പെന്നെടുത്തു, ബ്ലാക്ക് പെന്ന്, ആൻഡ് ദെൻ പേപ്പർ എടുത്തു, ആൻഡ് വീണ്ടും ഞാൻ വരച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴും 2 പ്രാവശ്യമൊക്കെ എന്തോ തെറ്റൊക്കെ ആയി. വീണ്ടും ഞാൻ ട്രൈ ചെയ്തു. അപ്പോൾ അങ്ങനെ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ക്ലിപ്പ് സിമ്പിളായിട്ടുണ്ടായിരുന്നു. സിമ്പിളായിട്ട് എനിക്കുണ്ടായിരുന്നു, നിങ്ങൾക്കുണ്ടായിരുന്നല്ലോ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മളൊരു പേപ്പറിൽ സ്റ്റിക്ക് ചെയ്തു. നല്ല ക്യൂട്ടായിട്ടുണ്ടായിരുന്നു. എനിക്ക് നല്ല ഭംഗിയുണ്ടായിരുന്നു എനിക്ക് കാണാൻ. നല്ല എനിക്കിഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ.